ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ ഏത് തരത്തിലാണ് മൂവ്മെന്റ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. പക്ക ഒരു സൈഡ് വൈസ് ആയിരുന്നു. നിഫ്റ്റി ആണെങ്കിലും എല്ലാ ഇൻഡെക്സുകളും ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് ഒരു സൈഡ് വൈസ് ആയിട്ട് തീരുകയാണ് ചെയ്തത്. അപ്പോൾ അത് 15 മിനിറ്റിന്റെ ക്യാൻഡിലിൽ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ഒരു മൂവ്മെന്റും തരാത്ത രീതിയിലായിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കാണ് കുറച്ചെങ്കിലും ഒരു മൂവ്മെന്റ് തന്നത് എന്നുള്ളത്. ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ മൂവ്മെന്റ് എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, മന്ത്ലി ക്യാൻഡിൽ വെച്ചിട്ട് നോക്കാം. മന്ത്ലി ക്യാൻഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു എന്താണ് ബുള്ളിഷ് ക്യാൻഡിലായിട്ട്, ഒരു ഹാമർ ക്യാൻഡിലായിട്ടാണ് നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ് നിഫ്റ്റി 50 കാണാനുള്ളത്. കഴിഞ്ഞ തുടർച്ചയായിട്ട് മൂന്നാമത്തെ മാസവും നിഫ്റ്റി എന്താണ് ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിൽ കഴിഞ്ഞ മാസത്തിന് മുമ്പത്തെ മാസം ഏത് റേഞ്ചിലാണോ മാർക്കറ്റ് നിന്നത് അതേ റേഞ്ചിലാണ് കഴിഞ്ഞ മാസവും ഈ മാസവും മാർക്കറ്റ് നിൽക്കുന്നത്. ഹാമറായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്താണ് ഒരു ഡൗൺ സൈഡിലാണ്, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഒപ്പത്താൻ ഇനിയും ഒരുപാട് ദൂരം നിഫ്റ്റി ബാങ്ക് മൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നിഫ്റ്റി ഏകദേശം നിഫ്റ്റിയുടെ അടുത്തെത്താനായിട്ടുണ്ട്. മിഡ് ക്യാപ്പ് അതേപോലെ സെൻസെക്സ് എല്ലാം ഓൾ ടൈം ഹൈയിൽ കണ്ടിന്യൂസ് ആയിട്ട് ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ കേസിൽ എന്തുണ്ട്, ഡെയിലി ക്യാൻഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഇന്നലെ ഒരു ഹോൾട്ട് ക്യാൻഡിൽ അല്ലെങ്കിൽ ഡോജി ക്യാൻഡിൽ ഒക്കെയാണ് ഫോം ചെയ്തിട്ടുള്ളത് അറിയാം. ആ ഒരു ക്യാൻഡിന്റെ ഹൈ അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഹൈ ബ്രേക്ക് ചെയ്ത മുകൾക്കും ലോ ബ്രേക്ക് ചെയ്ത താഴത്തേക്കും ട്രേഡ് എടുക്കാൻ പറ്റും, നമുക്കറിയാൻ പറ്റും. ഇത് നാളത്തെ മാർക്കറ്റ് വ്യൂ എന്താണെന്ന് ചോദിച്ചാൽ, നിലവിൽ ഈ ക്യാൻഡിന്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,154 എന്നുള്ള ലെവൽ റീടെസ്റ്റ് ചെയ്യാൻ വരും എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം കണ്ടിന്യൂസ് ആയിട്ടില്ല ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഒരു റീടെസ്റ്റിനുള്ള സാധ്യത, ഒരു ഗ്യാപ്പ് ഇവിടെ വിട്ടിട്ടുണ്ട്. ആ ഗ്യാപ്പ് റീഫിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നിഫ്റ്റി 50. ഇൻ കേസ് ഇത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ, ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ 25,291 അതേപോലെ 25,382 എന്നുള്ള ലെവലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത റെസിസ്റ്റൻസ് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. വലിയ ഗ്യാപ്പ് അപ്പ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റിവേഴ്സലായിരിക്കാം മാർക്കറ്റ് വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നോക്കിയാൽ അറിയാം മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുന്നതെന്നൊക്കെ ഫസ്റ്റ് വരുന്നത് റിവേഴ്സലാണ്. അപ്പം ഇന്നലെ സെൻസെക്സ് ഒന്നും തീരെ മാർക്കറ്റിൽ പ്രീമിയം കയറിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ ഒരു മൂവ്മെന്റിലൊന്നും 100-150 പോയിന്റ് സെൻസെക്സിന്റെ ക്യാൻഡിൽ സ്പോട്ടിൽ മൂവ് ചെയ്യുന്ന സമയത്ത് പോലും പ്രീമിയം തീരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ വോളറ്റിലിറ്റി ആവാം, അല്ലെങ്കിൽ ലിക്വിഡിറ്റിയുടെ കുറവായിരിക്കാം. ഒരേ സമയം കോളിന്റെയും പുട്ടിന്റെയും പ്രീമിയം സ്പൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. 82,200 പുട്ടിന്റെ പ്രീമിയം ഒരു 12 രൂപയിൽ നിന്ന് 32 രൂപയ്ക്ക് ജമ്പ് ചെയ്തു. അതേസമയം 82,500 കോളിന്റെ പ്രീമിയം 30 രൂപയിൽ നിന്ന് 66 രൂപയ്ക്കും പോയി. ഒരേ സമയമാണ് കോളിന്റെയും പുട്ടിന്റെയും പ്രീമിയത്തിൽ വലിയ സ്പൈക്കുകൾ വന്നത്. 82,400 കോളിന്റെ പ്രീമിയം 1 രൂപ പോലും ഈ സമയത്ത് കയറിയിട്ടില്ല എന്നുള്ളതും മാർക്കറ്റിന്റെ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള സമയം തരാത്ത രീതിയിലായിരുന്നു ഇതൊക്കെ സംഭവിച്ചത്. പ്രോഫിറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിലെ മൂവ്മെന്റ് കാണും. ഔട്ട് ഓഫ് ദ മണിയിലായിരുന്നു ഏറ്റവും കൂടുതൽ പ്രീമിയം ഇന്നലെ സെൻസെക്സിൽ മൂവ് ചെയ്തത് എന്നുള്ളത് നമുക്ക് നോക്കി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ നമ്മളിപ്പോൾ നിഫ്റ്റിയുടെ അനാലിസിസ് പറഞ്ഞു. നിഫ്റ്റി ബാങ്കിൽ ഇപ്പോഴും നിഫ്റ്റിയുടെ ഒപ്പം എത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പോയിന്റ് ഇനിയും മാർക്കറ്റ് മൂവ് ചെയ്യാൻ ബാക്കിയുണ്ട് എന്നുള്ളതുകൊണ്ട് കോൾ സൈഡിലേക്കുള്ള മൂവ്മെന്റുകൾ തന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് 51,460 എന്നുള്ള ലെവൽ അല്ലെങ്കിൽ 455 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിലായിരിക്കും ഹോൾസെയിലിലേക്കുള്ള ട്രേഡുകൾ നല്ലത്. കാരണം 51,454 മുകളിൽ പോയാൽ 51,568, 51,776 എന്നുള്ള ലെവലിൽ ടാർഗറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഹോൾസെയിലിലേക്കാണെങ്കിൽ ഫുഡ് നിഫ്റ്റി ബാങ്കിൽ ഞാൻ ട്രേഡ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഫുഡ് സൈഡിലേക്കാണെങ്കിൽ നിഫ്റ്റി 50ലും അതേപോലെ സെൻസെക്സ്, മിഡ് ക്യാപ്പ് ഇതൊക്കെ ഓൾ ടൈം ഹൈയുടെ മുകളിലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഫുഡ് സൈഡിലേക്കുള്ള ട്രേഡുകൾ ഞാൻ ഇതിലും, നിഫ്റ്റി ബാങ്കിലും ഫിൻ നിഫ്റ്റിയിലും കോൾ സൈഡിലേക്കുള്ള ട്രേഡുകളാണ് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് നിഫ്റ്റി 50ലെ ഏകദേശം എല്ലാ സ്റ്റോക്കുകളും നന്നായിട്ട് 41ഓളം സ്റ്റോക്കുകൾ നന്നായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം. അതേപോലെ ബാക്കിയിലെ 8-9 സ്റ്റോക്ക് മാത്രമാണ് 52 വീക്ക് ലോയിൽ നിൽക്കുന്നത്.
ഇപ്പോൾ ഏതൊക്കെ സ്റ്റോക്ക് നോക്കാം, നല്ല സ്റ്റോക്കുകൾ നോക്കി പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് എന്നുള്ളതാണ് ഒന്ന്. അപ്പോൾ പിൻ നിഫ്റ്റിയിലാണെങ്കിലും 23,713 മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞ നിഫ്റ്റി ബാങ്കിന്റെ കേസിലാണെങ്കിലും പിൻ നിഫ്റ്റിയിലാണെങ്കിലും ക്ലോസിംഗ് തന്നാൽ മാത്രമേ ഉള്ളൂ നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യുന്നുള്ളൂ. ക്ലോസിംഗ് തന്നാൽ മാത്രം പോരാ, റീടെസ്റ്റ് ആൻഡ് കണ്ടിന്യൂഷൻ പാറ്റേണിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ നമ്മൾ കോൾ സൈഡിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിഫ്റ്റി ബാങ്ക്, പിൻ നിഫ്റ്റി 3 സ്ക്രിപ്റ്റിലും നമ്മൾ അനാലിസ് ചെയ്തു. അതേപോലെ തന്നെയാണ് മിഡ് ക്യാപ്പിന്റെ എക്സ്പയറിയുടെ വരുന്ന ദിവസമാണ് നാളെ എന്നുള്ളതുകൊണ്ട് ഇന്നലെ മിഡ് ക്യാപ്പ് അത്യാവശ്യം നന്നായിട്ട് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ മിനിഞ്ഞാന്ന് ലാസ്റ്റ്, അതായത് വൈകിട്ട് 3 മണി 2:15 മുതൽ 3:15 വരെ 3:30 വരേക്കും മിഡ് ക്യാപ്പ് അത്യാവശ്യം നല്ല ശരിക്കും മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു, പോസിറ്റീവ് മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കറിയാം ഇതിൽ എന്തില്ല, 13,114 താഴെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ മിഡ് ക്യാപ്പിൽ ഫുഡ് സൈഡിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അതേപോലെ കോൾ സൈഡിലേക്ക് ആണെങ്കിൽ 13,200 മുകളിൽ പോയാൽ പ്ലാൻ ചെയ്യാം. പക്ഷെ കോൾ സൈഡിലെ ട്രേഡുകൾ ഞാൻ മാക്സിമം ഒഴിവാക്കാണ് ചെയ്യുന്നത്. 13,235 വരെ ട്രേഡിന് പിന്നെ നമ്മുടെ ടാർഗറ്റ് ഉണ്ട്. പക്ഷെ കോൾ സൈഡിലെ ട്രേഡ് മിഡ് ക്യാപ്പിൽ ഞാൻ ഒഴിവാക്കാണ്. 13,137 അല്ലെങ്കിൽ 13,114 താഴെ വന്നാൽ ഫുഡ് സൈഡിലെ ട്രേഡുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിയുന്നതും ഏതെങ്കിലും ഒരു സ്ക്രിപ്റ്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എക്സ്പയറിയുടെ അന്നത്തെ ഏതാണോ എക്സ്പയറി വരുന്നത് ആ എക്സ്പയറി കൂടെ എന്ത് ചെയ്യുന്നുണ്ട് അനലൈസ് ചെയ്തിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ അതിൽ പ്രീമിയം കുറവാണ്, തുടക്കക്കാർക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്നതൊഴികെ വേറൊരു മെച്ചം അതിലില്ല. കാരണം നിങ്ങൾക്ക് പ്രീമിയം ഡിക്ക് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് ഏത് സ്ക്രിപ്റ്റാണോ എക്സ്പയറി ആവുന്നത് അതിലായതുകൊണ്ട് മാക്സിമം നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. കാരണം വലിയ മൂവ്മെന്റുകളും വലിയ ഡിക്ക് ഒന്നും ഇല്ലാത്തത്, ഡിക്ക് ഉണ്ട് പക്ഷെ വലിയ മൂവ്മെന്റുകൾ ഇല്ലാത്തത് നിഫ്റ്റി ആയതുകൊണ്ട് നിഫ്റ്റി ആയിരിക്കും കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി സേഫ് എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്കുകളൊന്നും പുതുതായിട്ട് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഏതൊക്കെ സ്റ്റോക്കാണ് ഉണ്ടായിരുന്നത് അത് മാത്രമേ നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളൂ. അപ്പോൾ നമ്മുടെ അനാലിസിസ് എന്നുള്ളത് നിഫ്റ്റി, സെൻസെക്സ് മിഡ് ക്യാപ്പ് ഡൗൺ സൈഡ്, നിഫ്റ്റി 50, നിഫ്റ്റി ബാങ്ക്, അതേപോലെ പിൻ നിഫ്റ്റി ബാങ്കും പിൻ നിഫ്റ്റിയും കോൾ സൈഡിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നാളേക്കുള്ള മാർക്കറ്റിലെ വ്യൂ. ഇനി വലിയ ഗ്യാപ്പ് അപ്പുകൾ വരുന്ന സമയത്ത്, വലിയ ഗ്യാപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 0.5% അല്ലെങ്കിൽ 0.7, 0.8% ഗ്യാപ്പ് അപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് ട്രേഡ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ എപ്പോഴും ഫുഡ് സൈഡിലേക്ക് പ്ലാൻ ചെയ്യാം. കാരണം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുള്ളൂ, മാർക്കറ്റ് സപ്പോർട്ട് എടുത്തത് കയറി പോവുള്ളൂ. അതുവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നല്ലത് വലിയ ഗ്യാപ്പ് അപ്പുകളിൽ. അത് നിഫ്റ്റിയിലാണെങ്കിലും ശരി, ഏത് സ്ക്രിപ്റ്റിലാണെങ്കിലും ഇൻഡെക്സിൽ വലിയ ഗ്യാപ്പ് അപ്പുകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാളേക്ക് നമുക്ക് ഫുഡ് സൈഡിലേക്ക് ഒരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കഴിഞ്ഞ വീഡിയോ ഇതുപോലെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.